വരാതെ പടം എന്താ നിങ്ങൾ പോയി കണ്ടു പൈസ വെറുതെ പോയി. ലാഗാണ്, പ്രൊഡക്ഷൻ കൊള്ളൂല, അഭിനയം കൊള്ളൂല, ഡബിങ് വൃത്തികെട്ട ഡബിങ്, വൃത്തികെട്ട ഡബിങ്. നിങ്ങൾ പോയി കണ്ടിട്ട് പറ ബ്രോ. അതാണ് ഡബിങ് ആണ് മെയിൻ ആയിട്ട്. കാണാണെങ്കിൽ ബ്രോ ഞാൻ വെക്കിയത് പറയുന്നത് ഡബിങ് ആണ്. നിങ്ങൾ ഈ സിനിമ കാണണമെന്നുണ്ടെങ്കിൽ, ഇപ്പോ യാഷിനെ കാണണമെന്നുണ്ടെങ്കിൽ, ഈ സിനിമ കാണണമെന്നുണ്ടെങ്കിൽ പ്ലീസ് വാച്ച് തമിഴ്. മലയാളം കാണണ്ട, വളരെ മോശം ഡബിങ് ആണ്. നമ്മൾ കണ്ടത് ചിരിക്കായിരുന്നു. തിയേറ്ററിൽ എനിക്ക് ഒന്ന് കൈയടിച്ചതിനേക്കാൾ കൂടി ചിരിച്ചിട്ടുണ്ട് ഈ മലയാളം ഡബിങ്. ഡബിങ് വളരെയധികം പ്രശ്നമാണ്. ആക്ഷൻ കുഴപ്പമില്ല, നല്ല നല്ല ആക്ഷൻ സീക്വൻസ് ഉണ്ട്, ഡയലോഗ് ഡെലിവറി. അപ്പൊ ആ ഡബിങ് കാരണമായിരിക്കാം ചിലപ്പോൾ നമുക്ക് കണക്ട് ആവാതിരുന്ന നല്ല നല്ല മൂവ്മെന്റ്സ് ഉണ്ട്. പക്ഷേ വളരെ ലെങ്ത് ഉണ്ട് പടത്തിന്. കേട്ടില്ല, അതാണ് എക്സ്പെരിമെന്റൽ മൂവിയാണ്. സെക്കൻഡ് ഹാഫ് ഒക്കെ അല്ലല്ല, കുറച്ച് സൈക്കോളജിക്കൽ ആ ഒരു പാർട്ടാണ് ഫോക്കസ് ചെയ്തേക്കുന്നത് സെക്കൻഡ് ഹാഫിൽ. റൊമാൻസ്, മാസ് ആക്ഷൻ അങ്ങനത്തെ പടമൊന്നുമല്ല. അച്ഛൻ മകൻ, അതെ അച്ഛൻ മകൻ ഉണ്ട്, പക്ഷെ കംപ്ലീറ്റ്ലി അങ്ങനെ പറയാൻ പറ്റില്ല. കുറച്ച് സൈക്കോളജിക്കൽ പാർട്ടി കൂടെയാണ് പോയേക്കുന്നത്. ഇല്ലില്ല, എല്ലാവർക്കും കണക്ട് ആവാൻ ചാൻസ് കുറവാണ്. ഒരു ടോട്ടലി എൻ്റയർ മൂവിയാണ്, എൻ്റയർലി ഡിഫറെന്റ് മൂവി. KGF പ്രതീക്ഷാരം വരരുത്, നല്ല മൂവി, ഒരു മാസ് മസാല മൂവി. അല്ല 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 അല്ല, അത് വേറൊരു കോൺസെപ്റ്റാ മൂവി വന്നേക്കുന്നത്. അവിടെ കാണാം, പക്ഷെ KGF ഒരിക്കലും പ്രതീക്ഷിക്കരുത്. ഇമോഷൻസും പിന്നെ പുള്ളിക്കാരൻ പലതും ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. പക്ഷെ കേരളത്തിൽ എത്രത്തോളം എല്ലാവരും സ്വീകരിക്കും എന്നുള്ളത് അത് കണ്ടു തന്നെ അറിയേണ്ടി വരും. സെക്കൻഡ് ഹാഫ് വളരെ മോശമാണ്. വെറും കൂതറ പടം. ഗീരുമുന്താഷിന് ഈ ചതി പ്രതീക്ഷിച്ചില്ല. ആരും തിയേറ്റർ പോയി കണ്ട് കാശ് കളയോ സമയം കളയും ചെയ്തു. ഫസ്റ്റ് ഹാഫ് കുഴപ്പമില്ല, അതിന് എസ്തെറ്റിക് ആയിരുന്നു. സെക്കൻഡ് ഹാഫ് ഒന്നിനും കൊള്ളില്ല, ഒരു ഉണ്ടയില്ല. മാസമില്ല, ക്ലാസ്സുകൾ ഒരു ഉണ്ടയില്ലാത്ത, ഒന്നിനും കൊള്ളാത്തൊരു പടം. ഭയങ്കര ആക്ഷൻ വെടിവെക്കലാണ്. സാധാരണ നമ്മൾ കളിത്തോക്ക് വെടിവെക്കുന്ന പോലെയാണ്. സെക്കൻഡ് ഹാഫ് ഒന്നിനും കൊള്ളില്ല. സെക്കൻഡ് പാർട്ട് പോയിട്ട് ഉണ്ടയുണ്ടാവും, ഒരു ഉണ്ടയുണ്ടാകും പോലെ ഒരു കച്ചറ പടം. തിയേറ്ററിൽ പോലും കാണാൻ പറ്റില്ല. പുള്ളി ഐമാക്സ് കാണാൻ പോവാ, ഐമാക്സ് കാണാൻ പോയി. ഇത് വയ്യാനിട്ട് ചില ഡയലോഗ് കാണുമ്പോ ക്രിഞ്ചാണെന്നേ. മലയാളം, കന്നഡ ആയാലും ഏത് ഭാഷക്കാണെങ്കിലും ഫുൾ ക്രിഞ്ചാണ് ഡയലോഗ്സ് ഒക്കെ. ഉള്ള കാര്യം പറയാം. അയ്യോ, കണ്ടിരിക്കാൻ പറ്റില്ല, ഒരിക്കലും കണ്ടിരിക്കാൻ പറ്റില്ല. അയ്യോ, ഒന്നുമില്ല. ഉള്ള കാര്യം പറഞ്ഞ മേക്കിംഗ് അത്യാവശ്യം കുഴപ്പമില്ല, മ്യൂസിക്കും കുഴപ്പമില്ല എന്ന് പറയാ. കത്തിച്ചിട്ടുണ്ട്. പക്ഷെ ബാക്കിയെല്ലാം നോക്കുമ്പോ യാഷിന്റെ പെർഫോമൻസ് ഒക്കെ ആയാലും പറയാതിരിക്കും. ഭയങ്കര ഷോ, കണ്ട് തിയേറ്ററിൽ പോലും കണ്ടിരിക്കാൻ പറ്റില്ല. ആ കച്ചറ പടം ബ്രോ. എവിടോ കിടന്ന യാഷിനെ വിളിച്ചുകൊണ്ടിട്ട് ഊക്കിയിട്ട് ഗീതു മോഹൻദാസ്. കച്ചറ പടം. ഡബിങ് മാത്രമല്ല, മൊത്തത്തിലൊരു സ്റ്റോറി ലൈനും കൊള്ളൂല, കണ്ടിരിക്കാൻ പറ്റൂല. 3 മണിക്കൂർ മേലെയുണ്ട്, ഒട്ടും കണ്ടിരിക്കാൻ പറ്റില്ല. ഇല്ലില്ല, വെറുതെ അലമ്പ്, മേക്കിംഗ് അലമ്പ്, എല്ലാ അലമ്പ്. പടം 1 ഫ്ലോപ്പ്. മലയാളം വളരെ മോശമാണ്. ഓണം അങ്ങനെയൊന്നും പറയാ. യാഷിന്റെ പെർഫോമൻസ് എന്ത് പറയാനാ, അവിടെ മൊത്തം ഫ്ലോക്കാണ്. ഒന്നും പറയാനില്ല ബ്രോ. പടം പോരെ ബ്രോ, സത്യം ഭയങ്കര ആവറേജ് എന്ന് പോലും പറയാൻ പറ്റില്ല, കൊള്ളില്ല, ഒന്നുമില്ല പടത്തില്. ഒരു പ്ലോട്ട് നല്ലയില്ല, നല്ല സ്റ്റോറി ഇല്ല, എൻഗേജിങ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഇല്ല, ഇമോഷണൽ ആയിട്ട് നമുക്ക് ആ സ്റ്റോറിനോട് കണക്ഷൻ ഇല്ല, ഒന്നുമില്ല. വെറുതെ അവിടെ ഇവിടെ ഒക്കെ കുറെ ഫൈറ്റ് നടക്കുന്നു, വെറുതെ 2-3 വെടി, പിന്നെ അതിൻ്റെ ഇടയിൽ യാഷിന്റെ കുറച്ച് ഇടയ്ക്കുള്ള പരിപാടികൾ, പിന്നെ അതൊക്കെ തന്നെ ഉള്ളു ബ്രോ. ഒന്നുമില്ല. മലയാളം ഡബിങ് വളരെ മോശം, വളരെ മോശം, വളരെ മോശം. ഇനി നിങ്ങൾക്ക് ഇനി സിനിമ, യാഷിനുള്ള സിനിമ നിങ്ങൾക്ക് കാണണമെന്നുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ തമിഴിൽ കാണാം. പ്രത്യേകിച്ച് ഈ പടത്തിൽ ഒന്നുമില്ല, 2-3 ആക്ഷൻ സീക്വൻസ് മാത്രം നന്നായിട്ട് തോന്നി, വേറെ ഒന്നുമില്ല. വളരെ മോശം. ഗീരുമുന്താഷിന് ചതി പ്രതീക്ഷിച്ചു. വെറുതെ കാശും പോയി സമയം പോയി ഉറക്കവും പോയി, വീട്ടിൽ കിടന്ന് ഉറങ്ങേ. നിങ്ങൾ ഈ പടം കണ്ടു വരെ സമയം കാശ് കളിയല്ല. ഫസ്റ്റ് ഹാഫ് പിന്നെ കുറച്ച് കേരള ബാനി മറ്റും കുഴപ്പമില്ല.
സെക്കൻഡ് ഹാഫ് വെറും തൂതറ ഒരു ഉണ്ടേലും സെക്സ് പോലും വരെ കാണിച്ചിട്ടില്ല. ഒന്നിനും കൊള്ളാത്ത പടം. ഈ പടം പൊളി ഉറപ്പാണ്. ബാന്ദ്ര കൊണ്ട് പൊളിഞ്ഞില്ല. അതേപോലെ പ്രൊഡ്യൂസർ കുത്തുവാട്